ഹലോ നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെഗ് എക്സസൈസുകളാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പം ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞവർ അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആയവർ തീർച്ചയായിട്ടും ഈ എക്സസൈസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങൾ ദിവസവും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കാലുകൾക്കൊക്കെ സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. ഓക്കെ, ഞാൻ ഓരോ വ്യായാമങ്ങളും കാണിച്ചു തരുന്നത് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പം നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് അടിച്ച് പോരുത്. കാരണം നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകൾ അല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാം വ്യായാമങ്ങൾ. ഓക്കെ, അപ്പം അതും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെഡിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു എക്സസൈസ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണിത്. അപ്പം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം കണ്ടില്ലേ, നിങ്ങളുടെ കാല് ഇത് കണക്ക് ഉയർത്തുക. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങ് ഉയർത്തി പിടിച്ചാൽ പോരാ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിരൽ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വിരൽ ഭാഗം ഇതേ കണക്കൊന്ന് മുകളിലോട്ടാക്കി കൊടുക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങളുടെ കാല് വരണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ആ ഒരു വ്യായാമം നമ്മുടെ കാലുകൾക്ക് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. പല ആൾക്കാരും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഉയർത്തും. അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ഉയർത്തുന്നു, അതിനുശേഷം നിങ്ങളുടെ വിരലുകൾ ഇതേ കണക്കൊന്ന് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്യണം. ഒരു 2 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഇതേ കണക്ക് നിർത്തുന്നു. അതിനുശേഷം സാവധാനം താഴ്ന്നു വരുന്നു. അടുത്ത കാല് ഉയർത്തുന്നു, വിരലുകൾ ഇതേ കണക്ക് മുകളിലോട്ടാക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം ഇതേ കണക്ക് സാവധാനമാണ് നിങ്ങൾ കാലുകൾ താപ്പോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഇതേപോലെ 2 സ്ട്രെച്ച്, സാവധാനം താഴ്ത്തു കൊണ്ടുവരുന്നു. കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യണം. ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യുന്ന കാണാം. യാതൊരു പ്രയോജനവും ഇതുകൊണ്ട് നിങ്ങളുടെ കാലുകൾക്ക് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ നടുവേദനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൂട്ടിത്തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കുക. സ്ട്രെയിറ്റ് ആയതിനു ശേഷം ഇതേ കണക്ക് ഉയർത്തുക. നിങ്ങളുടെ വിരലുകൾ സ്ട്രെച്ച് ചെയ്യുക, മുകളിലോട്ട് ഹോൾഡ് ചെയ്യുക, സാവധാനം താഴ്ത്തുകൊണ്ടുവരിക. കണ്ടില്ലേ, അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് നമ്മുടെ ആ കാലിന് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾക്കിത് ഓരോ കാലിലും ഒരു 10 എണ്ണം വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ രണ്ടും ഇതേക്ക് ചേർത്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ പാദങ്ങൾ ചേർത്ത് വെച്ച് ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേ കണക്ക് നിങ്ങളുടെ കാലുകളെ വൈഡ് ആക്കുക. കണ്ടില്ലേ, നിങ്ങളുടെ ഈ മുട്ടിന്റെ ഭാഗം നിങ്ങളിങ്ങനെ വൈഡ് ചെയ്യുക. മാക്സിമം നിങ്ങൾ വൈഡ് ചെയ്ത് ഇതേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾ നല്ല ശക്തി എടുത്തിട്ട് നിങ്ങൾ തിരിച്ച് കാലുകൾ ഇങ്ങനെ അടുപ്പിക്കുക. ഓക്കെ, നല്ല പവർ കൊടുക്കണം. കാലുകൾക്ക് നല്ല പവർ കൊടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ അടുപ്പിക്കുക. വീണ്ടും ഇതേപോലെ സ്ട്രെച്ച്, കണ്ടില്ലേ, ഹോൾഡ് ചെയ്യുക. 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അല്പം പവർ ശക്തി കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, ഇത് കണക്ക്. അപ്പം ഈ എക്സസൈസും പല ആൾക്കാരും തെറ്റായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിനു ശേഷം ഇതേ കണക്ക് ചെയ്യും. കണ്ടില്ലേ, ഇത് കണക്ക് വെറുതെ ഇട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. കാല് വെറുതെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പം ആട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം കിട്ടില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. കാല് സ്ട്രെച്ച് ചെയ്യുക. ഇതേ കണക്ക് സ്ട്രെച്ച് ആവട്ടെ. ഈ തൈ മസിലൊക്കെ നല്ല സ്ട്രെച്ച് ആവുന്നു. അതിനുശേഷം അല്പം ശക്തി കൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചുകൊണ്ടിരുന്നു. 1, വീണ്ടും ഹോൾഡ്, 2, 3. ഓക്കെ, ഇത് കണക്ക് ചെയ്യാം. അപ്പം ഇത് തന്നെ വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇത് കണക്ക് ഒരു തലയണ എടുത്ത് ഇതേ കണക്കൊന്ന് മടക്കി ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഇതേ കണക്ക് വെക്കാം. ഇതേ കണക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ കാല് വൈഡ് ചെയ്ത് കൊടുക്കാം. വൈഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതേ കണക്ക്. ഓക്കെ, നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും വൈഡ് ചെയ്യുക. നല്ല ഫോഴ്സിൽ വന്നിട്ട് നല്ല ശക്തി കൊടുക്കുക. ഓക്കെ, നല്ല പവർ കൊടുക്കുക. വീണ്ടും സ്ട്രെച്ച്, പവർ കൊടുക്കുക.
ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എക്സസൈസ്. അപ്പോൾ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ നട്ടെല്ലൊക്കെ നിവർത്തിയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാലുകൾക്കൊക്കെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ടലിനൊക്കെ അത് പ്രത്യേകിച്ച് നടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ കൂട്ടിക്കയറ്റി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ സിദ്ധിരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും മുമ്പോട്ട് ഇതേ കണക്ക് കൊണ്ടുപോവുക. ഓക്കെ, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രത്തോളം നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് മാക്സിമം ബാക്കിലോട്ട് പോകണം. കാലുകൾ ഈ മുട്ടൊക്കെ നല്ലോണം മടങ്ങി ബാക്കിലോട്ട്. ഓക്കെ, ഇതേ കണക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക. വീണ്ടും ബാക്കിലോട്ട് 2, 3. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് കാലുകളും ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാലായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി കണ്ടില്ലേ ബാക്കിലോട്ട് ഇതേ കണക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതേപോലെ ഈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം ബാക്കിലോട്ട് പോകണം കാല്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു തുണിയോ ഒരു ടവലോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഫ്ലോറിലിട്ട് അതിൻ്റെ മുകളിൽ കാല് വെച്ച് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങളുടെ ഈ കാലുകളുടെ പാദങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, നമ്മൾ ഈ ഫ്ലോറിൽ കൂടെ ഇങ്ങനെ കാല് വെക്കുമ്പോൾ നമ്മുടെ കാലുകളുടെ പാദങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു തുണി എന്തെങ്കിലും എടുത്തിട്ടതിന് ശേഷം ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. മാക്സിമം ബാക്കിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആകും. ഓക്കെ, ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ തൈ മസിലും നമ്മുടെ ഈ കാഫിന്റെ മസിൽസും നല്ല രീതിയിൽ കാഫ് മസിൽസും നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 15 എണ്ണമൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു കാല് നമ്മൾ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്തല്ലോ. അപ്പം അതേപോലെ തന്നെ നമുക്ക് രണ്ട് കാലുകൾ ഉയർത്തി അത് ചെയ്യാം. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് എന്നതിന് ശേഷം രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്തുക. ഒരുമിച്ച് ഉയർത്തിയതിനു ശേഷം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ഈ വിരലുകൾ ഇതിനൊക്കെ മേളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കണം നിങ്ങളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. വിരലുകൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ഒരു 2-3 സെക്കൻഡ് നിങ്ങൾക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം സാവധാനം, വളരെ സാവധാനം താഴോട്ട് കൊണ്ടുപോകാം. അപ്പം ഇതും പല ആൾക്കാരും വളരെ തെറ്റിച്ച് ചെയ്യുന്ന കാണാം. ഇതേ കണക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. രണ്ട് കാലുകളും ഒരുമിച്ച് മുകളിലോട്ട് ഉയർത്തുക. വിരലുകൾ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 2. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ, നല്ല എഫക്റ്റ് ആയിരിക്കും നിങ്ങളുടെ കാലുകൾക്ക് കിട്ടുന്നത്. 3. നൈസ്. 4. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് 10-12 എണ്ണം ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് കാഫ് റൈസ് ആണ്, ഹീൽ റൈസ് എന്നൊക്കെ പറയും. ഓക്കെ, അത് ചെയ്യാനായിട്ട് ഇത് കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ കാലിന്റെ വിരൽ ഭാഗം ഉണ്ടല്ലോ, ഈ വിരൽ ഭാഗം ഇതേപോലെ താഴെ ഇങ്ങനെ അമർത്തി കുത്തി ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് കണ്ടില്ലേ, ഇതേപോലെ ഇതേപോലെ. അപ്പം ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇതേ കണക്ക് മുകളിലോട്ട് ഉയരുന്നു. നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടത് 3 സെക്കൻഡോളം നിങ്ങൾ മുകളിൽ കൊണ്ടുവന്ന് ഇതേ കണക്ക് ഹോൾഡ് ചെയ്ത് നിർത്തണം. ഓക്കെ, 1, 2, 3. അതിനുശേഷം സാവധാനം, വളരെ സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു. വീണ്ടും സ്ട്രെച്ച് ആൻഡ് ഹോൾഡ്. 1, 2, 3. സാവധാനം താഴോട്ട് പോകുന്നു. അപ്പം ഇതും ചില ആൾക്കാർ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള പൊസിഷനുകളിൽ തന്നെ ചെയ്യുക. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പം ഇതേ കണക്ക് ഉയർത്തുന്നു, മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, സാവധാനം താഴോട്ട് വരുന്നു, വീണ്ടും. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു 15 എണ്ണമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം രാവിലെയും വൈകുന്നേരം ഒക്കെ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഈ 5 എക്സസൈസുകൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ബെഡിലൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്താൽ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിലാണ്. ബൈ.